അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കട്ടെ. പിന്നെ അൽഹംദുലില്ലാ ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ എല്ലാവരെയും ഞാൻ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ചവിട്ടിപ്പിടുത്തത്തിലാണ്. ചായക്ക് നമുക്ക് എന്താ പറയുക, വീട്ടിൽ ആൾക്കാർ കുറവാണെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലല്ലേ നമ്മൾ പെണ്ണുങ്ങൾ. കാരണം ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണ്. ഞാനും ആ കൂട്ടത്തിലുള്ള കേട്ടോ. എനിക്കും രാവിലെ ചായ ആളില്ലെങ്കിൽ ചായ കടിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഞാനുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു സ്വഭാവക്കാരിയാണ്. അപ്പോൾ എൻ്റെ മോള് ചെറുത് എൻ്റെ തറവാട്ടിൽ പോയിട്ട് എങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോയതാ, വീട്ടിൽ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് പോയതാണ്. എന്നെ വിളിച്ചോണ്ട് വന്നോണ്ടിരിക്കുക. അവർ ചെറിയ കടിയും ചായയൊക്കെ കുടിച്ച് പോയതാണ്. പൊന്നെ പോയോ? ഇതാ വരുന്ന കണ്ടോ കാണുന്നുണ്ടോ? ഒറ്റയ്ക്ക് നടന്ന് വരിക. ഓ ചേച്ചി പൊന്നെ എവിടെ പോയാ? ഇതാ കണ്ടോ, ഒറ്റയ്ക്ക് എൻ്റെ തറവാട്ടിൽ പോയി വരിക അവള്. കണ്ടോ വാവാ, മമ്മൻ്റെ അടുത്ത് പോയോ? മമ്മ ചായ തന്നോ? താത്താത്തേടെ എവിടെ അവിടെ പോയോ? പൊന്നിക്ക് ചായ കുടിക്കണ്ടേ? എവിടെ മ്യാവ് എവിടെ? അവിടെ ഉണ്ടോ? ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. ഉമ്മ എടുക്കും, ഉമ്മ എടുക്കും. ഓള് രാവിലെ തന്നെ ഓള് ഒറ്റയ്ക്ക് വീട്ടിൽ. ഞാനോളോട് പറഞ്ഞേ കോഴി മുട്ടട്ടുണ്ടോ നോക്കടി, പിന്നെ പോയി എടുക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണേ. ഓ അപ്പോൾ അത് കേട്ടത് പാടെ തന്നെ ഓടി കോഴിക്കൂട്ടിലേക്ക്. അപ്പോൾ കോഴി മുട്ടയിട്ടില്ല. ഇട്ടണ്ട പോയൊക്കെ, ഇട്ടണ്ട പോയൊക്കെ, വാ നമ്മൾ ഇട്ടണ്ട പോയൊക്കെ, വാ ഇട്ടണ്ട പോയൊക്കെ. അപ്പോൾ ഇവിടെ മത്സരം രണ്ടാളും. ഒരു കോഴികൾ ആരെങ്കിലും മുട്ടയിടാൻ കയറിയാൽ ഒരൊച്ചപ്പാടുണ്ടോ നോക്കി നിൽക്കും. ഓ വെള്ളമാണോ? അപ്പോൾ വെള്ളമാണോ അല്ലേ? അപ്പോൾ പിന്നെന്താ എല്ലാവരെയും വിശേഷം? ഞങ്ങൾക്ക് രാവിലെ ഇതൊക്കെ ജഗ്ഗപ്പൊക്കെയാണ്. ഇവർ എന്താ പറയുക, രാവിലെ നമുക്ക് എന്താ പറയുക, വീട്ടിലെല്ലാവരും തിരക്കിലായിരിക്കില്ലേ, ചായപ്പണി, അതേപോലെ തന്നെ ഉച്ചക്കേക്കുള്ള ഫുഡ്. അപ്പോൾ ചോറൊക്കെ ആയി. അപ്പോൾ ഞാൻ രാവിലെ ചായ ഒന്നും ഉണ്ടാക്കത്തുണ്ട്. എന്താ പറയുക, നേരത്തെ ചോറാക്കി. ഇനിയിപ്പോൾ കറി എന്തെങ്കിലും വെക്കണം. എന്താ പറയുക, വെക്കാൻ മീനൊന്നും കിട്ടിയില്ല. മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങാടിയിൽ പോകാനും ഇപ്പം നമുക്കാവില്ല, ആരെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും എടുത്ത് കറി വെക്കണം. ഒന്നമ്മ വെള്ളം കുടിച്ചില്ലേ? പിന്നെന്തെല്ലാം വിശേഷം? ഇപ്പോൾ അമ്മച്ചി എടുക്കാം. എൻ്റെ അമ്മ ഇതാണ് വീഡിയോ പിടിക്കുമ്പോൾ ആരെങ്കിലും വണ്ടി പാഞ്ഞ് വന്നാൽ പിന്നെ ഇടയ്ക്കമ്മച്ചി നോക്കട്ടെ. ഇട്ടത് എടുത്തുങ്ങാനും കണ്ടതുങ്ങാനും ഇതാ ഉമ്മ വെച്ചിക്കാനും കളിക്കുക കേട്ടോ. ഒക്കെ ഭയങ്കര ഇവൽക്കൊക്കെ ആദ്യം കോഴിമുട്ട കിട്ടിയാലേ ഇതേപോലെ ഒരു ഉമ്മ വെച്ച് നോക്കണം എല്ലാവരും. നിങ്ങളോട് ഉമ്മ വെക്കാനാട്ടോ പറയുന്നത്. ഇങ്ങനെ അടിപൊളിയാ ടെൻഡേ. എന്താ രസം ഇവർക്ക്. അപ്പോൾ ഇന്നിപ്പോൾ യൂട്യൂബ് ചാനൽ തുറക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മളെ മഷൂറ ഫാത്തിമക്ക് ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ഇതായിരിക്കില്ലേ, പൊങ്കാലായിരിക്കും. അപ്പോൾ അൽഹംദുലില്ലാ ഓളെ മക്കളെ സന്തോഷം നമുക്ക് കാണാൻ കഴിയില്ലല്ലേ. ഏതായാലും എനിക്കും അത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവളറിയുന്ന എന്താ പറയുക, ഓരോരുത്തരുടെ വിഷമം കണ്ടു പിന്നെ സഹായിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മളെ ഭൂമിയിൽ. അപ്പം അങ്ങനെ സഹായിച്ചിട്ട് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് നമ്മൾ കണ്ട്. അവൾക്ക് സ്വർണം കിട്ടി ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ വന്ന വീഡിയോയിൽ കണ്ടു ഞാൻ. അപ്പോൾ എന്താ പറയുക, അവളെ മക്കളെ സന്തോഷം അല്ലാഹ് ഹൈറാക്കി കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഏതൊരു ഒരവസ്ഥയിൽ, നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ കൂടെ ആണെങ്കിൽ നമ്മളെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷമാണെന്ന് ഇപ്പോൾ ഓളെ മക്കളെയൊക്കെ മുഖത്ത് കാണാനുള്ളത്.
പിന്നെ ആ ഒരു സന്തോഷം എന്നും നിലനിൽക്കട്ടെ. അപ്പം എൻ്റെ അടുക്കളൻ്റെ കോലൊന്നും കണ്ടാലും ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മളെ വീടൊന്നും പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ രാവിലത്തെ ചെക്കപ്പൊക്കാട് കഴിയുന്നോ ഉള്ളു. വാവട്ട് പൊട്ടിച്ചോ? നമുക്ക് ഓംപ്ലേറ്റ് അടിക്കാനുള്ളതാ, പൊട്ടിക്കല്ലേ. കൊടുക്കണ്ട മതി, കൊടുക്കണ്ട വെച്ചെടുത്തേക്കാം. അതിനിപ്പോൾ കയ്യിൽ നിന്ന് തരൂല. ഒന്നെങ്കിൽ ഇപ്പം ഞാനൊരു പാത്രമായിട്ട് ഇപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും. കാരണം ഓംപ്ലേറ്റ് ആവും മിക്കവാറും. മുട്ട പൊട്ടിച്ചും ഞാൻ തരൂല. കോഴി ഇടാനും നിൽക്കും, ഓര് പൊട്ടിക്കാനും നിൽക്കും. അല്ല വാവാ? കൊണ്ടുവരുന്നതാ. കൊണ്ടമ്മ ചെടുത്തേക്കട്ടെ. കൊണ്ടാ മതി, ഉമ്മ കൊടുത്ത പൊട്ടിപ്പോവും. ഉണ്ടാ ഉണ്ടാ തരൂല. അപ്പോൾ പിന്നെ എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഞാനും എൻ്റെ മക്കളായിട്ട് ചെറിയ ചെറിയ അതുപോലത്തെ കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വയ്ക്കും നിങ്ങളെ മുന്നിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് വീഡിയോ പിടിച്ചരാനൊന്നും ആളില്ലല്ലോ. നമ്മൾ തന്നെ വീഡിയോ പിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. വാ പോയോ? ഒരു കോള് വന്നാട്ടോ. ഫോണ് നമ്മളെപ്പോൾ വീഡിയോ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കോള് വരും, ഇടയ്ക്ക് കയറി വരും. അതിൻ്റെ ഒരു പ്രത്യേകത ആണല്ലോ വീഡിയോൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, പറമ്പിൽ പോയിട്ടൊരു നമ്മളെ വായൻ്റെ വായക്കട്ടി ഉണ്ടല്ലോ, അത് പൊട്ടിക്കാൻ പോകണം. ഉച്ചക്കേക്ക് അത് തോരനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി എന്താ പറയുക, പരിപ്പ് വെക്കണോ അതോ മീൻ കൊണ്ടുവരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്നാലേ മീൻ കിട്ടുമോ അല്ലെങ്കിൽ ഇനി ആ പരിപ്പ് തന്നെ വെക്കണോ അത് ഉച്ചക്കേക്ക് അതാക്കണോ എന്നുള്ളതിൽ വെയിറ്റ് ചെയ്തുകൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഇന്നെന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല നല്ല കമൻറ്റുകളൊക്കെ അയച്ചാൽ മതി. ബാഡ് കമൻ്റ് ഒന്നും അയച്ചാൽ ആരും നമ്മളെ തളർത്തരുത്. നമുക്ക് അത് ഒരു വിഷമമുള്ള കാര്യമാണല്ലോ ബാഡ് കമൻ്റൊക്കെ. പിന്നെ നമ്മൾ വീഡിയോ ഓരോ കണ്ടൻറ്റിന് വേണ്ടി ഓരോ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും ആരും മനസ്സിൽ കൊണ്ടിട്ട് നമ്മളോട് ഇഷ്ടക്കേടോ വെറുപ്പൊന്നും കാട്ടരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓളെ ഏട്ടത്തിനെ വിളിക്കുകയാണ്, ഓളെ മൂത്തേനെ മിലേത് വിളിക്കുകയാണെങ്കിൽ കേൾക്കുന്നുണ്ടോ അറിയില്ല. വാവാ താത്താന്ന് വിളിക്കേ, താത്താന്ന് വിളിക്കേ. ഓളാണ് ഇപ്പോൾ മൂത്തത്. ഇവളെ വിചാരം ഇവളാ മൂത്തത്, മറ്റോളോളെ ചെറുതാണ്. ഇതാ മറ്റോളെ നിൽക്കും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പറ്റേറ്റാ, ബൈ ബൈ.